Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topics list boxes and drop-down list in visual programming. List boxes and drop-down list. List boxes and drop-down lists typically contain one or more list items. You can load list items by using Visual Basic Code or the List Item Collection Editor. So ലിസ്റ്റ് ബോക്സും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും നമുക്ക് മെയിനായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിലായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത് ലിസ്റ്റ് ഐറ്റംസ് ആണ്. ഒന്നിലധികം ലിസ്റ്റ് ഐറ്റംസിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ലിസ്റ്റ് ബോക്സസും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ലിസ്റ്റ് സെലക്ട് ചെയ്യാം. സോ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് ബോക്സസും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ലിസ്റ്റ് ഐറ്റത്തെ യൂസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ VB കോഡ്, വിഷ്വൽ ബേസിക് കോഡോ അല്ലെങ്കിൽ ലിസ്റ്റ് ഐറ്റം കളക്ഷൻ എഡിറ്ററോ ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റ് ഐറ്റത്തെ ലോഡ് ചെയ്യാൻ സാധിക്കും. എ ലിസ്റ്റ് ബോക്സ് ലെറ്റ് എ യൂസർ ചൂസ് വൺ ഓർ മോർ ഐറ്റംസ് ഫ്രം എ ലിസ്റ്റ് ഓഫ് ഐറ്റം. ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്ന് ഒന്നോ അതിലധികമോ ഐറ്റത്തെ സെലക്ട് ചെയ്യാനാണ് എപ്പോഴും ലിസ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ലെറ്റ്സ് എ യൂസർ ചൂസ് ആൻ ഐറ്റം ഫ്രം എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓഫ് ഐറ്റം. സോ ഒരു ഡ്രോപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പം കുറേ അധികം ഓപ്ഷൻസ് കാണും. അതിൻ്റെ അകത്തുനിന്ന് ഓരോ ഓപ്ഷൻ യൂസറിന് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ലിസ്റ്റ് ബോക്സ്. ലിസ്റ്റ് ബോക്സ് ഒരു ബ്രൗസറിൽ എങ്ങനെ ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കളേഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കളറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ലിസ്റ്റ് ബോക്സ്. ആ ലിസ്റ്റ് ഡിസ്പ്ലേ ആയി കിട്ടും. അതിൻ്റെ ASPX കോഡാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് ബോക്സ് ID എന്ന് പറഞ്ഞിട്ട് എന്താണ്, കളറാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് ഐറ്റം എന്താ വാല്യൂ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ലിസ്റ്റ് ഐറ്റം വാല്യൂ. ആൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണ്, ട്രൂ ആക്കി സെറ്റ് ചെയ്യും. ബാക്കിയുള്ള ഐറ്റം ഡിഫോൾട്ടായിട്ട് കിടക്കും. സെലക്റ്റഡ് ആകുമ്പോൾ അത് എന്തായി മാറും, ട്രൂ ആയി മാറും. സോ ദിസ് ഇസ് ദ ASPX കോഡ് ഫോർ ദ ലിസ്റ്റ് ബോക്സ്. നെക്സ്റ്റ് ഇസ് ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് പറഞ്ഞു, ഒരു ഡ്രോപ്പ് ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുറച്ചധികം ലിസ്റ്റ് കിട്ടും. അതിൻ്റെ അകത്തുനിന്നൊരു ലിസ്റ്റിനെ സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഡേ ഓഫ് വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ, അതിൻ്റെ ഡ്രോപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഡിഫോൾട്ടായിട്ട് ഒരു വീക്കിലെ ദിവസങ്ങൾ ഡിസ്പ്ലേ ആയി കിട്ടും, ഫ്രം സൺഡേ ടു സാറ്റർഡേ. സോ അതിൻ്റെ അകത്ത് നമുക്ക് സൺഡേ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിന് എനേബിൾ ആയി കിട്ടും. ഓക്കെ, സോ അതിൻ്റെ ASPX കോഡ് എന്ന് പറയുമ്പം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ID കൊടുക്കുന്നു. എന്താണ്, ഡേ ഓഫ് വീക്ക്. ലിസ്റ്റ് ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുവാണ് 1 up to 7 വരെ. 7 വാല്യൂസ് ആയതുകൊണ്ട് 7 എണ്ണം സെറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടുന്ന ടെക്സ്റ്റും അവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡ്രോപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ വീക്ക് ഡേയുടെ അവിടെ ഡ്രോപ്പ് ആരോ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡേയ്സ് ഡിസ്പ്ലേ ആവുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, properties for working with list boxes and drop down list. To work with the items in a drop down list or list box, you use the item's property of the control. This property returns a list item collection object that contains all of the items in the list. So നമ്മൾ ഈ ഐറ്റത്തെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ലിസ്റ്റ് ബോക്സ് വഴിയോ ഈ ഐറ്റത്തെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഐറ്റം പ്രോപ്പർട്ടി, ഈ കൺട്രോളിൻ്റെ ഐറ്റം പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ദിസ് പ്രോപ്പർട്ടി റിട്ടേൺസ് എ ലിസ്റ്റ് ഐറ്റം കളക്ഷൻ ഒബ്ജക്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. സോ ഈ പ്രോപ്പർട്ടി നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലിസ്റ്റ് ഐറ്റം കളക്ഷൻ ഒബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ അകത്താണ് ഈ ലിസ്റ്റിൽ വരേണ്ട ഐറ്റത്തെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഐറ്റം പ്രോപ്പർട്ടിയിലാണ് ഈ ഐറ്റം വരുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു ലിസ്റ്റ് ഐറ്റം കളക്ഷൻ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും ഈ പ്രോപ്പർട്ടി. അതിൻ്റെ അകത്താണ് ഈ ലിസ്റ്റിൻ്റെ അകത്ത് വരേണ്ട എല്ലാ ഐറ്റത്തെയും ഉൾക്കൊള്ളുന്നത്. The selected index changed event is raised when the user select a different item from a drop-down list or list box. So ആ തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നും യൂസർ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നായാലും ലിസ്റ്റ് ബോക്സിൽ നിന്നായാലും യൂസർ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ദ സെലക്റ്റഡ് ഇൻഡെക്സ് ചേഞ്ച്ഡ് ഇവൻ്റ് അവിടെ നടക്കും. അതായത് ആ വാല്യൂ എന്തായി മാറും, ട്രൂ ആയി മാറും. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് ഇൻഡെക്സ് ചേഞ്ച്ഡ് ഇവൻ്റ് ആണ്. Common properties of list boxes and drop down list.
സോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലും ലിസ്റ്റ് ബോക്സിലും യൂസ് ചെയ്യുന്ന കോമൺ പ്രോപ്പർട്ടിയാണ് ഐറ്റം, റോസ്, സെലക്റ്റഡ് ഐറ്റം, സെലക്റ്റഡ് ഇൻഡെക്സ്, സെലക്റ്റഡ് വാല്യൂ ആൻഡ് സെലക്ഷൻ മോഡ്. ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ദ കളക്ഷൻ ഓഫ് ലിസ്റ്റ് ഐറ്റം ഒബ്ജക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഐറ്റം ഇൻ എ കൺട്രോൾ. സോ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സോ ദിസ് പ്രോപ്പർട്ടി റിട്ടേൺസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ടൈപ്പ് ലിസ്റ്റ് ഐറ്റം കളക്ഷൻ. റോ മീൻസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ് ഇൻ എ ലിസ്റ്റ് ബോക്സ് അറ്റ് വൺ ടൈം. അറ്റ് എ ടൈമിൽ ഒരു ലിസ്റ്റ് ബോക്സിൽ എത്ര ഐറ്റത്തെ ഡിസ്പ്ലേ ആക്കാം എന്നുള്ളതാണ് റോസ്. ലിസ്റ്റ് ബോക്സിലായാലും നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ആരയിലായാലും. സെലക്ട് ഐറ്റം മീൻസ് ദ ലിസ്റ്റ് ഐറ്റം ഒബ്ജക്റ്റ് ഫോർ ദ കറൻ്റ്ലി സെലക്റ്റഡ് ഐറ്റം. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റിനെയാണ്, കറൻ്റ്ലി സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ലിസ്റ്റ് ഐറ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് ഇൻഡെക്സ് മീൻസ് കറൻ്റ്ലി നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഇൻഡെക്സ്. സെലക്റ്റഡ് വാല്യൂ മീൻസ് നമ്മൾ കറൻ്റ്ലി സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ വാല്യൂ, അതായിരിക്കും സെലക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സെലക്ഷൻ മോഡ് മീൻസ് ഇൻഡിക്കേറ്റ്സ് വെദർ എ ലിസ്റ്റ് ബോക്സ് അലൗസ് സിംഗിൾ സെലക്ഷൻ ഓർ മൾട്ടിപ്പിൾ സെലക്ഷൻ. ചില ബോക്സസ് ഒന്നിൽ കൂടുതൽ സെലക്ഷൻസ് അലൗ ചെയ്യും, ചിലത് ഒരു സെലക്ഷനെ അലൗ ചെയ്യത്തുള്ളൂ. സോ സിംഗിൾ സെലക്ഷൻ ആണോ മൾട്ടിപ്പിൾ സെലക്ഷൻ ആണോ എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യാനാണ് സെലക്ഷൻ മോഡ് യൂസ് ചെയ്യുന്നത്. കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ലിസ്റ്റ് ഐറ്റം ഒബ്ജക്ട്സ്. സോ ലിസ്റ്റ് ഐറ്റം ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ് ടെക്സ്റ്റ്, വാല്യൂ, സെലക്റ്റഡ്. ആ ലിസ്റ്റ് ഐറ്റം ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റ്. ഓക്കെ. വാല്യൂ മീൻസ് ദ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ലിസ്റ്റ് ഐറ്റം. സെലക്റ്റഡ് മീൻസ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ഐറ്റം ഇസ് സെലക്റ്റഡ്. നമ്മളൊരു ഡാർക്കൺ ഏരിയ കാണും ഓരോ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈ ലിസ്റ്റിനെ സെലക്ട് ചെയ്ത് ഓപ്ഷനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പം ആ ഇൻഡിക്കേഷനെയാണ് സെലക്റ്റഡ് വാല്യൂ ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത്. അതായത് ഐറ്റം സെലക്റ്റഡ് ആയോ ഇല്ലയോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ കോമൺ പ്രോപ്പർട്ടി ഓഫ് ലിസ്റ്റ് ഐറ്റം ഒബ്ജക്റ്റ്. So here's the code for the retrieves the value of a selected item in a drop down list. Second one is retrieves the text for a selected item in the drop down list. Third one is the selected index changed event in the drop down list. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ വാല്യൂവിനെ റിട്രീവ് ചെയ്തിരുന്നു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന്. സോ ഇപ്പോൾ എന്താണ് അവിടെ ഡിംഡ് ആസ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ ടൈപ്പിനെ അസൈൻ ചെയ്യുന്നു. സോ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ എന്താണ് സെലക്റ്റഡ് വാല്യൂ. ഇപ്പോൾ ഡേയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന വാല്യൂവിനെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റിജറായിട്ട്. ഓക്കെ. സെലക്റ്റഡ് വാല്യൂ CI ഇൻറ്റിജർ. ഇനി സെക്കൻഡ് വൺ ഇസ് ദ റിട്രീവ്സ് ദ കോഡ് ഫോർ സെലക്റ്റഡ് ഐറ്റം ഇൻ എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അപ്പോൾ എന്താണ് വാല്യൂവിനെ സെലക്ട് ചെയ്യുന്നതിന് ആ ഐറ്റത്തെ ടെക്സ്റ്റ്, സെലക്ട് ഐറ്റത്തിൻ്റെ ടെക്സ്റ്റ് എന്താണ് ആ സെലക്റ്റഡ് ഐറ്റം ബിലോങ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണെന്നുള്ളതാണ് സ്ട്രിങ്. അപ്പം ടെക്സ്റ്റ് ആകുമ്പോൾ സ്ട്രിങ് വാല്യൂ ആയിരിക്കും, അതിനെ ഡിനോട്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ട് സെലക്റ്റഡ് ഇൻഡെക്സ് ചേഞ്ച്ഡ് ഇവൻറ്റ്, അതായത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണണം സെലക്ട് ചെയ്ത ഇവൻറ്റിന്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഏതാണ് ഹാൻഡിൽസ് ക്ലോസ് യൂസ് ചെയ്തിട്ട് സെലക്റ്റഡ് ഇൻഡെക്സ് ചേഞ്ച്ഡ് ഇവൻറ്റ് കോൾ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇൻറ്റിജർ വാല്യൂവിൽ ആ സെലക്ട് ചെയ്ത ഐറ്റത്തിന് നമ്മൾ കൊടുക്കുവാണ്. അപ്പം അതിന് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. സോ ദിസ് ഇസ് എ കോഡ് ഫോർ ദ സെലക്ട് ഇൻഡെക്സ് ചേഞ്ച്ഡ് ഇവൻറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ലിസ്റ്റ് ബോക്സസും ആയിരുന്നു. സോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് വേണ്ടുന്ന ലിസ്റ്റുകളെ ഡിസ്പ്ലേ ചെയ്യും, അതിൽ നിന്ന് ആവശ്യമുള്ള ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലിസ്റ്റ് ബോക്സസ് ആൻഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. What are the common properties of list box and drop down list controls? So thank you.